മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് യുദ്ധത്തിന്റെ പരിണാമം എന്നൊരു പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ പരിചയമുണ്ടോ മക്കൾക്ക്? നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ? ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ്. മലയാളമാണ് ടീച്ചറുടെ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മലയാളം നമ്മളെ സംബന്ധിച്ച് കുറച്ചധികം അല്ലേ പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു വിഷയമായതുകൊണ്ട് നമുക്ക് പലർക്കും അങ്ങ് ഇഷ്ടമല്ലാത്ത അല്ലേ, ഭയങ്കര ഇഷ്ടമൊന്നും അല്ലാത്തൊരു വിഷയമാണ് ഏത് മലയാളം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചല്ലേ, ഒന്ന് ശ്രദ്ധ കൊടുത്ത് വായിച്ചാൽ മാത്രം തന്നെ മതി. മലയാളത്തിൽ നമുക്ക് ഫുൾ മാർക്കും എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നത്. നിങ്ങൾക്ക് വിഷമമുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പല കമൻറ്റുകളിലും കണ്ടു ഇങ്ങനെ ഒരു പാഠഭാഗം യുദ്ധത്തിൻ്റെ പരിണാമമാണ് നിങ്ങളെ അല്ലേ ആശങ്കപ്പെടുത്തുന്ന പാഠങ്ങളിലൊന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ വിചാരിച്ചെന്നാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് അല്ലേ ഈ വീഡിയോ ആയിട്ട് ടീച്ചർ വന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു പാഠഭാഗമാണ് അല്ലേ. നമുക്കത് കാണുമ്പോൾ അതിൽ ഭാഷയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ചില ആശയക്കുഴപ്പത്തിലൊക്കെ ആക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ലോക സാഹിത്യങ്ങളിൽ അല്ലേ, നമുക്ക് ലോകത്ത് പലതരത്തിലുള്ള സാഹിത്യങ്ങളുണ്ട്. അതിൽ ലോക സാഹിത്യങ്ങളിൽ 4 ഇതിഹാസങ്ങളാണ് അല്ലേ, അറിയപ്പെടുന്ന 4 ഇതിഹാസങ്ങളാണ് നിലനിൽക്കുന്നത്. എപ്പിക് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൽ 2 നമ്മളുടെയാണ്. ഏതാണ് 2 എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് 2? നമ്മളുടെ മഹാഭാരതവും രാമായണമാണ് അല്ലേ. നമ്മളുടെ ഇന്ത്യൻ അല്ലെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരത ഇതിഹാസങ്ങളാണ് എന്ത്, മഹാഭാരതവും അതേപോലെ രാമായണവും. ഇത് അല്ലാതെ ഏതൊക്കെയാണുള്ളത്? ഇലിയഡും ഒഡീസിയാണുള്ളത്. അത് ഹോമറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് യവന സാഹിത്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 എന്താ പറയുക എപ്പിക്കുകളാണ്, ഇതിഹാസങ്ങളാണ് നമ്മുടെ ലോക ചരിത്രത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ അതിനൊരു കൃതിയായിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ എന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്? ഇതിനൊക്കെ ഒരു സാഹിത്യ കൃതിയായിട്ട് നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ മഹാഭാരതം പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെങ്ങനെ കാണണം? ഇതിനൊരു സാഹിത്യ കൃതിയായി കാണും. ഇതിലുള്ളതൊക്കെ നമുക്ക് കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്. ഇത് ഒരുപാട് കഥകളാണ്. മഹാഭാരതമൊക്കെ അനേകം കഥകൾ, കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് എന്ത്, മഹാഭാരതം. രാമായണമൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി യുദ്ധം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? യുദ്ധം തന്നെയാണ്. അപ്പോൾ യുദ്ധത്തിന്റെ പരിണാമം എന്നാണല്ലോ നമ്മളുടെ പാഠഭാഗത്തിന്റെ പേര്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഭാഗമായ ഈ യുദ്ധം അല്ലെ, മഹാഭാരത യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധത്തിന്റെ പരിണാമം അല്ലെ, അതിൻ്റെ അവസാനം എങ്ങനെ എന്ന് വളരെ കൃത്യമായ രീതിയിൽ വിവരിക്കുന്നതാണ് നമ്മളുടെ പാഠഭാഗം. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കൾക്ക്? എന്തിനെ കുറിച്ച് അവിടെ പറയുന്നത്? യുദ്ധത്തിന്റെ പരിണാമം അവസാനമാണ്. അപ്പൊ ഏത് യുദ്ധത്തിന്റെ അവസാനമാണ്? മഹാഭാരത യുദ്ധത്തിന്റെ. ഏത് യുദ്ധമാണ്? മഹാഭാരത യുദ്ധത്തിന്റെ പരിണാമത്തെ കുറിച്ചാണ്, അവസാനത്തെ കുറിച്ചാണ് ആര് പറയുന്നതെടാ? കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നത് അല്ലേ. ആര് പറയുന്നത്? കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം എന്ന കൃതിയിലാണ്. ഏത് കൃതിയാണ്? ഭാരത പര്യടനം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലാണ് കേട്ടോ. 1950 അദ്ദേഹം എഴുതിയ കൃതിയാണ് ഏത്? ഭാരത പര്യടനം. ഓക്കെ, ഏതാണ്? ഭാരത പര്യടനം. ഈ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിലുള്ള ഒരു ഭാഗമാണ് ഏത്? യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ കുട്ടിക്കൃഷ്ണമാരാര് നല്ല അല്ലേ മലയാള സാഹിത്യത്തിലുള്ള ഒരു അസല് സാഹിത്യ വിമർശകനാണ്, ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ്, നിരൂപകന്. ഭയങ്കര പ്രധാനപ്പെട്ട ഒരുപാട് കൃതികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. കലജീവിതം തന്നെ, ഭാരത പര്യടനം നമ്മൾക്ക് പഠിക്കാനുള്ള കൃതി അല്ലേ, സാഹിത്യവിദ്യ, രാജാങ്കണം, സാഹിത്യഭൂഷണം, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആര്? സാഹിത്യ വിമർശകനാണ്. എഴുതിയിരിക്കുന്ന സാഹിത്യകൃതികളെ വിമർശിക്കുന്ന ആളാണ് ആര്? അപ്പോൾ സാഹിത്യകൃതി എഴുതാൻ ആർക്കും പറ്റും. അപ്പോൾ എഴുതി വെച്ചൊന്നതിനെ വിമർശിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? കുറച്ച് ബോധവും വിവരമൊക്കെ വേണം അതിനല്ലേ. അപ്പോൾ അത്തരത്തിൽ സാഹിത്യത്തെക്കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള ബോധവും പാണ്ഡിത്യവും അറിവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? മാരാര്. അപ്പോൾ മാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ ആയോ?
ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹം യുദ്ധത്തിന്റെ പരിണാമത്തിൽ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെ, മഹാഭാരതത്തെ വായിക്കുകയാണ് ആര്? കുട്ടിക്കൃഷ്ണമാരാർ അല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ത് ചെയ്താണ് എഴുതപ്പെട്ട മഹാഭാരതത്തെ 1950 ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കുകയാണ് അല്ലെ അദ്ദേഹത്തിന്റെ വായന. മാരാര് അതിനെ വായിച്ച അല്ലെ, അതിൽ നിന്ന് യുദ്ധത്തിന്റെ പരിണാമം അല്ലെ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്താണ്? എല്ലാ യുദ്ധവും അവസാനിക്കുന്നത് അല്ലെ, യുദ്ധം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആരൊക്കെ തമ്മിലുള്ള യുദ്ധമായിക്കോട്ടെ, അതിൽ ആരൊക്കെ ജയിച്ചോട്ടെ അല്ലെ, ആരും എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളിൽ പല ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ കണ്ടു അല്ലെ, അതേപോലെ പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷേ ഇത് യുദ്ധം ചെയ്യുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, അതിഭീകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേടാ. ഇപ്പൊ ജയിക്കുന്ന ആളാണെങ്കിലും, ഇപ്പൊ ഞാനാണ് ജയിച്ച രാജാവെങ്കിൽ എൻ്റെ ലക്ഷക്കണക്കിന് പടയാളികൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ആന, എൻ്റെ കുതിരയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പണ്ടത്തെ യുദ്ധത്തിലാണ് എനിക്ക് നഷ്ടപ്പെടും. ഇനിയിപ്പോ അല്ല എങ്കിലും എൻ്റെ അല്ലെ, ഒരു ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം റഷ്യ ഉക്രൈൻ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഏത് യുദ്ധമാണെങ്കിലും അതിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ്? ദുരിതമാണ് അല്ലെ. ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റാത്ത മുറിവുകളുമായിട്ട് അല്ലെങ്കിൽ വേദനകൾ തരുന്ന അല്ലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ന്യൂസിൽ നമ്മൾ കാണാറില്ലേ? അപ്പൊ അതുപോലെ ഒരുപാട് വേദനകൾ തരുന്ന ചിത്രങ്ങളായിട്ട് എന്ത് മാറുകയാണ്? ഓരോ യുദ്ധവും എന്ത് ചെയ്യുന്നു? അവസാനിക്കുക ചെയ്യുക. അപ്പൊ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ മാരാരെന്ത് ചെയ്യാണ്? മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ കൃഷ്ണനാണെങ്കിലും അർജുനനാണെങ്കിലും അല്ലെ, യുധിഷ്ഠിരനാണെങ്കിലും ഭീമനാണെങ്കിലും ഇവരൊക്കെ കുറച്ച് ഭയങ്കര അല്ലെ ഒരു ദൈവികമായിട്ടുള്ള പരിവേഷമൊക്കെ ഉള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാം? മഹാഭാരതത്തിലൊക്കെ കാണാം അല്ലെ. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യാണ്? മാരാര് നല്ല പച്ച മനുഷ്യരായിട്ട് അല്ലെ, നല്ല മനുഷ്യരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ വ്യാഖ്യാനിക്കുന്നത്. മാത്രമല്ല ശരി തെറ്റുകളൊക്കെ ഇപ്പോൾ നമ്മളുടെ കൃഷ്ണനും അല്ലെ, അതേപോലെ ഭീമനും അർജുനനൊക്കെ ഭയങ്കര നായകന്മാരായിട്ടാണ്, അവരെയൊക്കെ ഭയങ്കര നായകന്മാരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മഹാഭാരത യുദ്ധത്തിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ അവരുടെ എന്താ പ്രതിനായകനായിട്ട് ദുര്യോധനൊക്കെ ദുഷ്ടനായിട്ട് വില്ലൻ ഗുണ്ടയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ദുര്യോധനനെയും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യാണ്? ഒരു നായക പരിവേഷം അല്ലെ. അവർ എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലെ, എന്താണ് അതേപോലെ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അവർ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്, അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്നും കൊണ്ട് അല്ലെ, പ്രതിനായകന്മാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? മാരാര് ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ആരാ ഇത് എഴുതിയത്? വ്യാസനാണ്. വ്യാസൻ രചിച്ച മഹാഭാരതത്തിന് കുട്ടിക്കൃഷ്ണമാരാർ തയ്യാറാക്കിയ വിമർശനാത്മക പഠനം. വിമർശനം എന്ന് പറഞ്ഞാൽ ക്രിട്ടിസിസം ആണ് കേട്ടോ. അങ്ങനെ ക്രിട്ടിക്കാണ്, അതായത് എന്തിനെ എന്ത് ചെയ്യാണ്? വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന, മഹാഭാരതത്തെ വിമർശിച്ചെഴുതിയ കൃതിയാണ് ഇത് ഭാരത പര്യടനം എന്ന് പറയുന്നത്. അമാനുഷർ അല്ലെ, ടീച്ചർ പറഞ്ഞു ദൈവികമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആര് അല്ലെ, അങ്ങനെ നമ്മൾ കരുതിയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു? മനുഷ്യരായിട്ട്, നല്ല പച്ച മനുഷ്യരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ മനുഷ്യരായിട്ട് കണ്ട് മാരാര് തുറന്നെഴുതുകയാണ്. വ്യാസൻ മൗനം പാലിച്ച മഹാഭാരതത്തിലെ ഇടങ്ങൾ അല്ലെ. അപ്പൊ മഹാഭാരതം എഴുതുന്ന സമയത്ത് പിന്നെ വ്യാസന് പോലും ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാസനാണല്ലോ എഴുതിയത് മഹാഭാരതം. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് പോലും പല സിറ്റുവേഷൻസിലും എന്ത് ചെയ്തു? അങ്ങനെ ഭയങ്കര സങ്കടം, ഇമോഷണൽ സാധനമൊക്കെ വന്നപ്പോൾ അദ്ദേഹം പല സിറ്റുവേഷനിലും ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റാണ്ട് മൗനമായി ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിലുള്ള മൗനങ്ങളെ പോലും എന്ത് ചെയ്തു? മാരാരിവിടെ പൂരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര വിശദമായിട്ടുള്ള അല്ലേ നമ്മളുടെ മഹാഭാരതത്തെക്കുറിച്ചുള്ള അത്ര വിശദമായ ഒരു പഠനമാണ് ഏതെന്ന് പറയുന്നത് ഭാരത പര്യടനം എന്ന് പറയുന്ന പഠനം. അപ്പോൾ അതിലുള്ളൊരു ഭാഗമാണ് ഇത് യുദ്ധത്തിൻ്റെ പരിണാമം. ഇനി യുദ്ധം എന്ന് ടീച്ചർ കുറേ നേരമായല്ലോ പറയുന്നു. എന്താ ഇപ്പം യുദ്ധം? ആരൊക്കെ തമ്മിലാണ് യുദ്ധം? എന്തിനാണ് യുദ്ധം എന്നൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നണമല്ലോ. അപ്പോൾ എന്താണ്, ആരൊക്കെ തമ്മിലാണ്? ഒരു ഭാഗത്ത് ആരുടെ? ടീച്ചർ ഒരു ചിത്രം വരച്ചുതരാം. ടീച്ചർ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിത്രം വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? രാജ്യം. ഓക്കെ, ഈ രാജ്യത്തിന് ഒരു ഭാഗത്ത് ആരുണ്ട്? കൗരവരുണ്ട്. ഈ ഭാഗത്ത് പാണ്ഡവരുണ്ട്. ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവർ തമ്മിലാണ് ഈ പൊരിഞ്ഞ യുദ്ധം നടക്കുന്നത്. ഓക്കെ,
കൗരവര് കാണ്ഡവർന്നായിപ്പോയാണ്, സോറി, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയാൽ ഞാൻ. ഓക്കെ, അപ്പൊ കൗരവര് ആരുടെ മകനാണെന്നറിയാമോ? കൗരവർ ആരുടെ പക്ഷത്താണെന്നറിയാമോ? ധൃതരാഷ്ട്രർ അല്ലെ. നിങ്ങൾ മറ്റേ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഈ കണ്ണ് കാണാത്ത ഒരാള് അല്ലെ, മൂപ്പരുടെ ഭാര്യയും എന്ത് ചെയ്യുന്നു, കണ്ണ് ഇങ്ങനെ കെട്ടി നടക്കുകയാണ്, ഗാന്ധാരി അല്ലെ, കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രരുടെ 101 മക്കളാണെന്ത് കൗരവർ എന്ന് പറയുന്നത് കേട്ടോ. ഇവരുടെ തലവനാണ് ആര്? ദുര്യോധനൻ. ആര്? ദുര്യോധനൻ. അപ്പൊ ഇവര് മൂപ്പര് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ദുര്യോധനൻ നമ്മുടെ പാഠഭാഗത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നമുക്ക് എന്ത് ചെയ്യും, എന്തിനു ചോദിക്കും? കഥാപാത്ര സവിശേഷതയൊക്കെ ചോദിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? ദുര്യോധനൻ എന്ന കഥാപാത്രം അല്ലെ. ആരാണ്? ദുര്യോധനൻ എന്ന കഥാപാത്രം. ഓക്കെ, പിന്നെ ആരാണ്? പാണ്ഡവരാണ് കേട്ടോ. പാണ്ഡവരാരാണ്? പാണ്ഡു അല്ലെ. പാണ്ഡു എന്ന് പറയുന്ന ആളുടെ മക്കളാണ് ആര്? പാണ്ഡവർ. ആരൊക്കെയുണ്ട്? ഭീമനുണ്ട്. ആദ്യം ആരാണ്? യുധിഷ്ഠിരനാണ്, ഭീമനുണ്ട്, അർജുനനുണ്ട്, പിന്നെ നകുലൻ, സഹദേവൻ. ഇങ്ങനെ 5 മക്കളാണ് ആര്? പാണ്ഡവർ എന്ന് പറയുന്നത് കേട്ടോ. ഈ പാണ്ഡവരുടെ പക്ഷത്താണ് ആരും ഉള്ളത്? കൃഷ്ണൻ, ശ്രീകൃഷ്ണനും ഉള്ളത്. അപ്പൊ ഈ പാണ്ഡവർ ആരുടെ മകനാണ്? പാണ്ഡുവിന്റെ മകനാന്ന് പറഞ്ഞില്ലേ ടീച്ചർ? പാണ്ഡുവിന്റെ മകനാണ്. ഇത് മറ്റേ ധൃതരാഷ്ട്രയുടെ മകനാണ് കേട്ടോ. ധൃതരാഷ്ട്രയുടെ മകനാണ് ആര്? ഈ കൗരവര്. അപ്പൊ ഈ പാണ്ഡുവും ധൃതരാഷ്ട്രവും ആരാണ്? സഹോദരന്മാരാണ്. ഇവർ രണ്ടുപേരും ഏട്ടനും അനിയനുമാണ്. ഓക്കെ, അപ്പൊ രാജാവ് ആരാണ്? ധൃതരാഷ്ട്രരാണ്. അപ്പൊ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തോണ്ട് ആര് ഭരണം ഏറ്റെടുക്കാണ്? പാണ്ഡു ഭരണം ഏറ്റെടുക്കാണ്. അപ്പോ ഇങ്ങനെ പാണ്ഡു പക്ഷേ പാണ്ഡുവിനൊരു ശാപം കിട്ടിയതുകൊണ്ട് പാണ്ഡുവിന് എന്തില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ പാണ്ഡു എന്ത് ചെയ്യുന്നു? കുന്തിദേവിയെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ കുന്തിദേവിക്ക് പണ്ടൊരു വരം കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ കഥകളായിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ. പാണ്ഡു ആരെ വിവാഹം കഴിക്കുകയാണ്? കുന്തിദേവി കേട്ടോ. കുന്തിദേവിയെ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ കുന്തിദേവിക്ക് പണ്ട് ഒരു വരം അല്ലെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഏത് ദേവനെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അയാളിൽ നിന്ന് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വരം. അപ്പൊ അങ്ങനെ കന്യകയായ കുന്തിദേവി എന്ത് ചെയ്യാണ്? ഒരു ദിവസം ഇങ്ങനെ കുളക്കരവിലിരിക്കുമ്പോൾ എന്നാ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പൊ ആരെ ഇപ്പൊ ആഗ്രഹിക്കാന്നൊക്കെ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന, എന്നാ പിന്നെ സൂര്യഭഗവാനെ തന്നെ ആലോചിക്കാന്ന് വിചാരിച്ച് ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതാ വരുന്ന സൂര്യഭഗവാൻ. അങ്ങനെ സൂര്യഭഗവാനിൽ കുന്തിദേവിക്ക് ഉണ്ടാകുന്ന മകനാണ് ആര്? കർണൻ കേട്ടോ. കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കർണനൊക്കെ ഏത് ഭാഗത്താണ്? കൗരവരുടെ ഭാഗത്താണ് കേട്ടോ. അപ്പൊ അങ്ങനെ പാണ്ഡുവിന് മക്കൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുന്തിദേവിനെ കല്യാണം കഴിച്ചപ്പോൾ ഈ മന്ത്രം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പാണ്ഡവർ 5 മക്കളും എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത് കേട്ടോ. 5 മക്കൾ 5 ആളുകളുടെ മക്കളാണ്. നകുലനും സഹദേവനും പാണ്ഡുവിന്റെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള മക്കളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 5 മക്കൾ ഉണ്ടാവാണ്. അപ്പൊ ഈ കൗരവരുടെ പക്ഷത്തുള്ള ദുര്യോധനൻ എന്ത് പറയുന്നു? അല്ലെ, ഇത് ഞങ്ങളുടെ അച്ഛന്റെ രാജ്യമാണ്, പാണ്ഡുവിന്റെ ശരിക്കുള്ള മക്കളല്ലല്ലോ പാണ്ഡവര്, പിന്നെ അവർക്ക് എന്തിനാണ് രാജ്യം കൊടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കൂല എന്നാര് പറയാണ്? കൗരവര് പറയാണ്. ഞങ്ങൾക്കൊരു ഗ്രാമമെങ്കിലും, ഞങ്ങൾക്കൊരു 5 ഗ്രാമമെങ്കിലും, ഞങ്ങൾക്ക് 5 ജീവിക്കാൻ ഒരു 5 ഗ്രാമമെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ തരണം എന്നാര് പറയുന്നു? പാണ്ഡവര് പറയുന്നു. ഗ്രാമം പോയിട്ട് 1 ഇഞ്ച് സ്ഥലം പോലും തരില്ല എന്നാര് പറയാണ്? ദുര്യോധനൻ പറയണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? 2 പേരും തമ്മിൽ യുദ്ധത്തിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പല രാജ്യങ്ങൾ അല്ലെ. ഇപ്പൊ യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കറിയാലോ, പല സഖ്യകക്ഷികൾ ചേരും. അങ്ങനെ പല പല രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്? 2 പേരുടെ പക്ഷത്ത് ചേർന്ന് അതങ്ങനെ വലിയ യുദ്ധമാവണു അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മഹാഭാരത യുദ്ധം. പല രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് അങ്ങോട്ട് അവിടെ ചേർന്ന് ചിലർ കൗരവരോട്, ചിലർ പാണ്ഡവരോട്, ചിലർ കൗരവരോട്. അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ആളുകളിലെ രാജ്യങ്ങളിലുള്ള പല ആളുകളും എന്ത് ചെയ്യും? രാജാക്കന്മാരും ഒക്കെ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാണ്. അങ്ങനെ ഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് അല്ലെ. അതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. നിങ്ങൾ കണ്ടില്ലേ, ആദ്യം യുദ്ധം തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ്? പല തരത്തിലുള്ള എന്താ പറയാ, നമ്മളുടെ അല്ലെ കരാറുകൾ അല്ലെ, എന്താ പറയുക, 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അപ്പൊ ഈ 18 ദിവസം എന്ത് ചെയ്യണം? നിങ്ങൾ തിരിഞ്ഞോടുന്ന ആളെ വെട്ടാൻ പാടില്ല, വെറുതെ ഇരിക്കുന്ന ആളെ വെട്ടാൻ പാടില്ല, വൃദ്ധരായ ആളുകളൊന്നും ചെയ്യരുത്, ആയുധം താഴെയിട്ട ആളുകളൊന്നും ചെയ്യരുത്, പുറംതിരിഞ്ഞ് നിൽക്കുന്നവ ചെയ്യരുത് അല്ലെ. ഓരോരും തന്റെ നിലയിലുള്ള ആളുകളോട് മാത്രമല്ലേ, ഗതാശോ രഥങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾ ആ നിലയിലുള്ളവരോടും നിൽക്കുന്നവരോടും മാത്രം എന്ത് ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് കരാറുകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മഹാഭാരത യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആ നിയമങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ യുദ്ധസംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാന ലോക സാഹിത്യത്തിൽ യുദ്ധത്തിനെതിരായി അല്ലെ സമാധാനത്തിന്റെ സന്ദേശം പകർന്നു തരുന്ന പാഠഭാഗമാണിത് അല്ലെ. അപ്പൊ എന്തിനാണ് മഹാഭാരത യുദ്ധമൊക്കെ എഴുതിയത്?
എന്തിനാണ്? ഈ യുദ്ധത്തിന്റെ വർണ്ണനകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? ഈ യുദ്ധത്തിന്റെ വർണ്ണന കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മഹാഭാരത യുദ്ധമൊക്കെ എഴുതിയത്? അല്ല. എത്രയോ ലോകങ്ങളെ, രാജ്യങ്ങളെ തലയിൽ വെച്ച് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ആര്? ദുര്യോധനൻ അല്ലേ? അപ്പോൾ അയാള് ഏറ്റവും ഒടുവിൽ എങ്ങനെയാ മരിച്ചത്? ഭൂമിയിൽ അല്ലെ, മണ്ണിൽ അല്ലെ, ശരീരമാസകലം മുറിവുകളായിട്ട് അല്ലെ, തുടച്ചതച്ച് അല്ലെ, തല ചിന്നുമാറ് അയാളിങ്ങനെ നിലത്തിട്ട് കിടന്ന് ഉരുണ്ട് അല്ലെ, ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഏത് രാജാവായാലും, എത്ര പാണ്ഡിത്യമുള്ള ആളായാലും, എന്തൊക്കെ കഴിവുള്ള ആളായാലും, ഏറ്റവും ഒടുവിൽ യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഏതു കൂട്ടർക്കും, ജയിച്ച ആളായിക്കോട്ടെ തോറ്റ ആളായിക്കോട്ടെ, ഒരേ അവസ്ഥയാണ് അല്ലെ അത് മുന്നിൽ വെക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? തീർത്താൽ തീരാത്ത ദുഃഖഭാരം തന്നെയാണ് അല്ലെ. അതുകൊണ്ട് യുദ്ധത്തിന്റെ ആ ഒരു അതിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, യുദ്ധത്തിന്റെ വിനാശം അതെത്ര ഭീകരകാരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരത യുദ്ധമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് മാരാരും ഇവിടെ പറയുന്നത്. അപ്പോൾ യുദ്ധനീതിക്കെതിരെയുള്ള ഭീമന്റെ കടന്നാക്രമണത്തിൽ അല്ലെ തുടച്ചതഞ്ഞ് മരണം പ്രതീക്ഷിച്ചു കിടക്കുന്ന ദുര്യോധനൻ സ്വയം വിലപിക്കുകയും ആക്രോശിക്കുകയും ആശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം അല്ലെ. ആദ്യം ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ദുര്യോധനന്റെ അടുത്തേക്കാണ് അല്ലെ. ദുര്യോധനെ ചതിച്ച വീഴ്ത്തണേ. നമ്മൾ പറഞ്ഞില്ലേ, ആ ധർമ്മയുദ്ധം എന്നുള്ള പേരിലൊക്കെയാണ് ഏതറിയപ്പെടുന്നത്? ആ മഹാഭാരത യുദ്ധം അല്ലെ. എന്നിട്ട് എന്തെങ്കിലും ധർമ്മം നടക്കുന്നുണ്ടോ? നമ്മൾ ഭഗവാൻ എന്ന് പറയുന്ന കൃഷ്ണൻ തന്നെ എന്ത് ചെയ്യണു? പല സിറ്റുവേഷനും അല്ലെ, അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും അല്ലെ, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാം അല്ലെ. ഒരു തരത്തിലുള്ള ധർമ്മം എന്ത് ചെയ്യുന്നില്ല, പാലിക്കപ്പെടുന്നില്ല. ചതച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആരെ കൊന്നു കളഞ്ഞത്? ദുര്യോധന അല്ലെ. അപ്പൊ അത് സഹിക്കാൻ വയ്യാതെ ആ ദുര്യോധനന്റെ കാഴ്ചപ്പാടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. കൗരവപ്പടയിൽ അവശേഷിക്കുന്ന അല്ലെ ആരൊക്കെയാണ്? കൃപ, കൃത, അശ്വത്ഥാമാവ് അല്ലെ, ഇവര് എന്ത് ചെയ്യുന്നു? ദ്രൗണി, ഇവര് 3 പേരും എന്ത് ചെയ്യാണ്? അവിടെ എത്തുകയാണ്. ആരടുത്തേക്ക് എത്തുന്നു? ഇങ്ങനെ അല്ലെ നിലത്ത് ഇങ്ങനെ വെല്ലപിച്ച് കിടക്കുന്ന, ഇങ്ങനെ മുടിയൊക്കെ ചിന്നി ഇങ്ങനെ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കിടക്കുന്ന ആരടുത്തേക്ക് വരികയാണ്? യുദ്ധഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ഇറ്റ് ജീവൻ മാത്രമേ ഉള്ളൂ അല്ലെ. ആളുടെ അടുത്തേക്ക്, ദുര്യോധനന്റെ അടുത്തേക്ക് ആര് വരുന്നതാണ് കഥാസന്ദർഭം? കൃപരുണ്ട്, കൃതവർമാവുണ്ട്. അദ്ദേഹം ഒരു രാജാവാണ് കേട്ടോ. അപ്പൊ ഇവര് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് കൗരവപ്പടയിലുള്ളത് കേട്ടോ. ബാക്കി എല്ലാ ആളുകളും മരിച്ചു. ദുര്യോധനന്റെ മകൻ മരിച്ചു, ഭാര്യയുടെ സഹോദരി ഭർത്താവ് മരിച്ചു, തന്റെ സഹോദരങ്ങളെല്ലാം മരിച്ചു, എല്ലാം ആർക്ക് നഷ്ടപ്പെട്ടു? ദുര്യോധനൻ നഷ്ടപ്പെട്ടു. ഇനി കർണൻ മരിച്ചു, ഭീഷ്മർ മരിച്ചു, അങ്ങനെ തലതൊട്ടപ്പന്മാരൊക്കെ മരിച്ചുപോയി അല്ലെ. ഭീകരന്മാരായിട്ടുള്ള സേനാധിപന്മാരോ അങ്ങനെ എല്ലാ ആളുകളും എന്ത് ചെയ്തു? ഉള്ളത് ആർക്കാണ്? ദുര്യോധനാണ്. അത്രയും അക്ഷൗഹിണി പടകളുണ്ട്, അങ്ങനെ ഭീകരമായിട്ടുള്ള ഒക്കെ ആർക്കുണ്ട്? ദുര്യോധനുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യാനടാ? ദുര്യോധനൻ തോക്കുകയാണ് അല്ലെ. അപ്പൊ ഈ 3 ആൾക്കാർ, ദ്രൗണിയും കൃതവർമാവും കൃപരുമാണ് എന്ത് ചെയ്യുന്നത്? കൃപിയുടെ സഹോദരനാണ് കൃപർ എന്ന് പറയുന്നത്. കൃതവർമാവ് ആരാണ്? ഒരു രാജാവാണ്. പിന്നെ അശ്വത്ഥാമാവ് അല്ലെ ആരാണ്? ദ്രൗണിയാണ്, ദ്രോണാചാര്യരുടെ മകനാണ് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ്. അപ്പൊ ഇവര് 3 പേരുമാണ് കൗരവപ്പടയിൽ ആകെ ശേഷിക്കുന്നത് അല്ലെ. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്? രാജാവിന്റെ അടുത്തേക്ക് വരുന്നത്. രാജാവിന്റെ കിടപ്പ് കേട്ട് അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നു? ഞാൻ പ്രതികാരം ചെയ്യുന്നു, പ്രതിജ്ഞ ചെയ്യാണ്. ഒരു ബ്രാഹ്മണൻ ആര്? അശ്വത്ഥാമാവ് അല്ലെങ്കിൽ ദ്രൗണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്രാഹ്മണൻ എന്ത് ചെയ്യണം അല്ലെ? യുദ്ധം ചെയ്യണമെങ്കിൽ രാജാവിന്റെ സേനാധിപതിയായിട്ട് അയാളെ അംഗീകരിക്കുകയൊക്കെ വേണം. അപ്പോൾ ആ കിടന്ന കിടപ്പിൽ പോലും എന്ത് ചെയ്യണു അല്ലെ? തൻ്റെ കടമകളെല്ലാം നിറവേറ്റുന്ന ഒരാളാണ് ആര്? ദുര്യോധനൻ അല്ലെ. അത്രയും വേദന സഹിച്ച് കിടക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം? ഇയാളെ സേനാധിപതിയായിട്ട് വാഴിക്കാനുള്ള കർമ്മമൊക്കെ ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ ടെക്സ്റ്റിൽ വായിച്ചില്ലേ? ആര് ചെയ്യണോ? ദുര്യോധനൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കിടപ്പിൽ സഹിക്ക വയ്യാണ്ട് അല്ലെ, ഇതിന് പാണ്ഡവരെ എന്ത് ചെയ്യും, ഞാൻ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പാണ്ഡവ കൂടാരത്തിലേക്ക് പോവുകയാണ് അല്ലെ. ആര്? ഈ 3 ആളുകളും. എന്നിട്ട് ദ്രൗണി എന്ത് ചെയ്യുന്നു? ഒരു കാലനെ പോലെ പ്രവർത്തിച്ച് ആ കൂടാരത്തിലുള്ള ആളുകളെ മുഴുവൻ വെട്ടിക്കൊല്ലും. എല്ലാരെയും എന്ത് ചെയ്യാണ്? വെട്ടിക്കൊല്ലുകയാണ്. ഇങ്ങനെ പകയുടെ പ്രതീകമായ അശ്വത്ഥാമാവ് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു അല്ലെ. അപ്പൊ എന്തിന്റെ ലക്ഷണമാണ്? ചിരഞ്ജീവിയാണ് ആര്? അശ്വത്ഥാമാവ് എന്ന് ശപിക്കുകയാണ്. നീ ചിരഞ്ജീവി ആവട്ടെ എന്ന് ആര് ശപിക്കുന്നുണ്ട്? കൃഷ്ണൻ ശപിക്കുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാ ശപിക്കുന്നത്? ചിരഞ്ജീവി എന്ന് വെച്ചാൽ മരണമില്ലാത്തവൻ എന്നാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലും പകയും വിദ്വേഷമൊക്കെ മനസ്സിലുള്ള അല്ലെ, ആ പകയാണ് എന്തായി കണ്ടത്? ദ്രൗണിയായി കണ്ടത്. അങ്ങനെ പകയായി നീ എല്ലാ മനുഷ്യരിലും മരിക്കാതെ ജീവിക്കുമെന്ന് ശപിക്കുകയാണ് കേട്ടോ. അങ്ങനെ സർവനാശം വരുത്താൻ തക്ക ശേഷിയുള്ള പകയെ കരുതിയിരിക്കുക എന്നും ആരാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൃതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇതിഹാസ സന്ദർഭ വിശകലനത്തിലൂടെ മാരാര് യുദ്ധത്തിന്റെ പരിണാമം
പരിണാമത്തിൽ എന്ത് ചെയ്യുന്നു, 3 ഭാഗങ്ങളായിട്ടാണ് കേട്ടോ. നമ്മളുടെ ഈ പാഠഭാഗത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ഭീമസേനന്റെ ഗദാപ്രയോഗത്തിൽ അല്ലെ, ഗദാപ്രയോഗത്തിൽ എന്ത് ചെയ്യുന്നു, കുരുക്ഷേത്ര ഭൂമിയിൽ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനനെ കാണാൻ വേണ്ടി ചാരത്താണ് സഞ്ജയനെത്തുന്നു. യുദ്ധാവസാനം കൗരവപടയിൽ ശേഷിച്ച കൃപ, കൃതവർമാവ്, അശ്വത്ഥാമാവ് എന്നിവർ ദുര്യോധനന്റെ കിടപ്പ് കണ്ട് ദുഃഖിതരാവുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, പ്രതികാരം കൊണ്ട് പാണ്ഡവ കൂടാരത്തിലേക്ക് പോകുന്നു. അത് ഒന്നാമത്തെ ഭാഗമാണ്. ഇത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്? പാണ്ഡവ ശിബിരത്തില് അശ്വത്ഥാമാവ് നടത്തിയ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകം അല്ലെ. അങ്ങനെ എന്താ പറയാ, അത്രയും ഞെക്കിയിട്ടൊക്കെ കൊന്നു കളയുന്നുണ്ട് അല്ലെ. എന്താ ദൃഷ്ടദ്യുമ്നനെയൊക്കെ കൊല്ലുന്ന എങ്ങനെയാണ്, ഞെക്കി പിടിച്ച് കൊല്ലുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചവിട്ടിയും കുത്തിയും വാളുകൊണ്ട് വെട്ടി അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അല്ലെ. ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഒരിടത്ത് അല്ലെ, ആ വാളും കൈയും തമ്മിൽ ഇങ്ങനെ പറ്റി പിടിച്ചു, ആ ചോരയുടെ ആ ഒരു അല്ലെ ഈർപ്പം കൊണ്ട് എന്ത് ചെയ്യാണ്, വാളും കൈയും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അതാണ് രണ്ടാമത്തെ ഭാഗം, ആ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. മൂന്നാമത്തത് അശ്വത്ഥാമാവിനെ നേരിടാനും ഇല്ലേ, ചൂടാമണി അല്ലെ, അശ്വത്ഥാമാവിന്റെ തലയിലുള്ള ചൂടാമണി നേടാനും പാണ്ഡവരുടെ യാത്ര. ശ്രീകൃഷ്ണ ശാപത്താൽ പകയുടെ പ്രതീകമായിട്ടുള്ള അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നത്, കാട് കയറി അല്ലെ, മറ്റൊരു അല്ലെ എന്താ പറയാ, ഭൂമിയിൽ എന്ത് ചെയ്യും, എല്ലാ കാലവും മരണമില്ലാത്തവനായിട്ട് എന്ത് ചെയ്യും, ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അശ്വത്ഥാമാവ് അവിടുന്ന് രക്ഷപ്പെടുന്ന ആ ഒരു സീനുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗത്തെ മാരാര് വിഭജിച്ചിരിക്കുന്നത്, വിശകലനം ചെയ്യുന്നു. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ദുര്യോധനന്റെ ആ ഒരു അവസ്ഥ, ദുര്യോധനൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ജീവൻ അല്ലെ അറ്റ് കിടക്കുന്നു. അവിടെ പോയിട്ട് ദ്രൗണി എന്ത് ചെയ്യാണ്, ശബ്ദം ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യാം, പാണ്ഡവരെ കൊന്ന് കാലനൂർ പോകിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ഭാഗത്ത് എന്ത് ചെയ്യാണ്, പൈശാചികമായിട്ടുള്ള കൊലപാതകം നടത്തുകയാണ്. പാണ്ഡവരുടെ ശിബിരത്തിൽ പോയിട്ട് അവർ ജയിച്ച് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ, എല്ലാരെയും കൊന്നു അല്ലെ. പിന്നെയോ മൂന്നാമത്തത് അശ്വത്ഥാമാവിനെ നേരിടാൻ, ആ ചൂടാമണി കൈക്കലാക്കാനൊക്കെ വേണ്ടി പാണ്ഡവർ പോവുകയാണ്. പിന്നെ അവസാനം കൃഷ്ണൻ ശപിക്കുന്നു, നീ എന്നും ജീവിക്കും, ചിരഞ്ജീവിയായിരിക്കും, മനുഷ്യരുടെ ഉള്ളിൽ പകയായിട്ട് നീ എല്ലാ കാലവും നിലനിൽക്കും, ചീഞ്ഞ് നാറി പൊഴുത്ത് പണ്ടാരടങ്ങുമെന്ന് എന്ത് ചെയ്യാണ്, അങ്ങനെ ശപിക്കുന്നതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഒരു പാഠഭാഗം അല്ലെ, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ. എന്താണ് പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇത്ര സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് 2 പേരാണ്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഒന്ന് ദുര്യോധനനാണ്. ആരാണടാ, ദുര്യോധനൻ. ഓക്കെ, ദുര്യോധനന്റെ പ്രത്യേകത എന്താണ്, ക്ഷത്രിയ ധർമ്മങ്ങൾ മുഴുവൻ പാലിച്ചിട്ടുള്ള ആളാണ് ആര്, ദുര്യോധനൻ. ക്ഷത്രിയ ധർമ്മം അല്ലെ, ഒരു സ്വപ്രത്യയ സ്ഥൈര്യം എന്നൊക്കെ പറയുന്നുണ്ട് ആരെക്കുറിച്ച്, ദുര്യോധനെ കുറിച്ച് അല്ലെ. എല്ലാ കാലത്തും എന്താണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അപ്പൊ അദ്ദേഹം ഭയങ്കര അഹങ്കാരിയായിട്ട് എല്ലാ രാജാക്കന്മാരിലും മേലെ ഭരിച്ചിരുന്ന സമയത്തും അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണ്, ഒരേ രീതിയിലായിരുന്നു. അപ്പോൾ അതിലൊരു എന്താണ്, ഒരു പ്രൗഢി ഉണ്ട്, അതിലൊരു സ്ഥിരത ഉണ്ടായിരുന്നു. അയാളെ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ഒരാളായിരുന്നില്ല അല്ലെ. അപ്പോൾ ഒരു 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 വില്ലനായിട്ട് നമ്മളുടെ മഹാഭാരതത്തിൽ നമ്മൾ കണ്ട ഒരാളെ മാരാരെന്ത് ചെയ്യാണ്, ഒരു പടി മേലെ അല്ലെ, ഒരു നായകന്റെ പക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, അയാള് അങ്ങനെ ഇപ്പോൾ അച്ഛന്റെ സഹോദരനാണ് പാണ്ഡുവിന്റെ നേരെയുള്ള മക്കളല്ല ആര്, പാണ്ഡവര്. അപ്പൊ അവർക്ക് ഞാൻ രാജ്യം കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് എൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പൊ ഓരോ സിറ്റുവേഷനിലും ദുര്യോധനൻ എന്ത് ചെയ്തിരുന്നു, ആ ധർമ്മം പാലിച്ചൊരാളായിരുന്നു. പിന്നെ സൗഹൃദത്തെ, ഇപ്പൊ കർണനാണെങ്കിൽ കർണന് അല്ലേ, അത്രയും കർണൻ ആരുടെ മകനാണ്, കുന്തിയുടെ, പാണ്ഡവരുടെ യഥാർത്ഥത്തിലുള്ള സഹോദരനാണ് കർണൻ അല്ലെ. എന്നിട്ട് അവരെല്ലാം ആരെ ചേർത്ത് നിർത്തിയത്, ദുര്യോധനാണ്. അപ്പൊ ആ കർണൻ, ആരുമില്ലാത്ത കർണനെ എല്ലാമായി ചേർത്ത് നിർത്തി അല്ലെ, ആ സൗഹൃദത്തെ നമ്മൾ കാണണം. പിന്നെ ആ മരണാസന്നനായി കിടക്കുമ്പോൾ പോലും ദുര്യോധനൻ ആദ്യം ഓർക്കുന്നത് ആരെയാണ്, സഹോദരി ദുശ്ശളയെ കുറിച്ചാണല്ലോ. അപ്പൊ ആ ഒരു മനസ്സിന്റെ വലുപ്പം അല്ലെ, അതേപോലെ ആഭിജാത്യവും ഹൃദയോന്നതിയും ഒക്കെ ഉള്ള കഥാപാത്രമാണ് ആര്, നമ്മളുടെ ദുര്യോധനൻ. അതുപോലെ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇനി അശ്വത്ഥാമാവാണ്, ദ്രൗണി എന്നും അല്ലെ. ഇത് രണ്ടുമാരാണ്, ദ്രോണാചാര്യരുടെ മകൻ എന്നുള്ള രീതിയിൽ ദ്രൗണി എന്നൊരു പേരുണ്ട്. പിന്നെ ചിരഞ്ജീവികളിൽ ഒരാളാണ്, പകയുടെ പ്രതീകമാണ്, ക്രൂരതയുടെ, ഏറ്റവും ക്രൂരതയുടെ അല്ലെ, ഗർഭസ്ഥ ശിശുവിനെ പോലും വെറുതെ വിടാത്തൊരു ക്രൂരനായിരുന്നു ആര്, ദ്രൗണി അല്ലെ. പിതാവിനെ കൊന്നതിൽ അല്ലെ, ദ്രോണാചാര്യരെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അതായത് ദ്രോണാചാര്യരെ കൊല്ലുന്നുണ്ട്, പാഠത്തിൽ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ അച്ഛനെ കൊന്നതിലുള്ള പകയായിട്ടാണ് എന്ത് ചെയ്തത്,
നമ്മളുടെ ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊല്ലുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്ത് നമ്മളുടെ ദ്രോണാചാര്യര് ഭീകരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയാണ് യുദ്ധത്തിൽ. പക്ഷെ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആനയായിരുന്നു മരിച്ചത്. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മളുടെ ആരോട് ചോദിക്കുകയാണ്, പാണ്ഡവരുടെ മൂത്ത സഹോദരനായ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ കള്ളം പറയില്ലല്ലോ. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് പറയുന്നു, അശ്വത്ഥാമാവ് എന്ന ആന, അല്ലെ ആന എന്നുള്ളത് മെല്ലെ പറഞ്ഞു, മരിച്ചു എന്ന് പറയണം. അപ്പോൾ ആന മരിച്ചു എന്നാണ് പറഞ്ഞത്, പക്ഷെ ആന എന്നുള്ളത് എന്ത് ചെയ്തു, മെല്ലെ പറഞ്ഞു. അപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയുധം താഴെ വെച്ച സമയത്ത് ദ്രോണാചാര്യരെ കൊന്നു കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പകയിലാണ് എന്ത് ചെയ്യുന്നത്, ആ പകയും ഉള്ളിലുണ്ട്. പിന്നെ എതിരാളിയുടെ വംശത്തെ ഒന്നടങ്കം ഇല്ലാണ്ടാക്കിയ കഥാപാത്രമാണ്. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം, അല്ലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്, ദുര്യോധനന് വേണ്ടി കൂടെയാണ്. പിന്നെ വ്യാസനോട് ആദരവുള്ള കഥാപാത്രം. അപ്പോൾ ഇത്രയുമാണ് ദ്രൗണിയുടെ കഥാപാത്ര സവിശേഷത എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാഠമാണ് ഇത്. ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ അല്ലേ മക്കൾക്ക് അല്ലേ ടീച്ചർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ എന്താണ്, ഇതിൽ നിന്ന് നല്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് വരും, അന്ന് പേടിക്കേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ പാഠം എന്താണെന്ന് മനസ്സിലായല്ലോ, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് മനസ്സിലായല്ലോ. 1,25,000 ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ് മഹാഭാരതം എന്ന് മക്കൾ ആലോചിക്കണം കേട്ടോ. അത്രയും നീണ്ടു പരന്ന് കിടക്കുന്ന അത്രയധികം ഉപകഥകളും കഥകളും ഇങ്ങനെ 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 ഒരുപാട് കഥാപാത്രങ്ങൾ. ആദ്യത്തെ വംശകഥ കൂടെയാണ് കേട്ടോ, നമ്മളുടെ സാഹിത്യത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ വംശകഥയാണ് ഇത് മഹാഭാരത കഥ എന്ന് ആലോചിക്കുക. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ മനസ്സിലായി, അതിൻ്റെ ഇതിഹാസം മനസ്സിലായി, എന്തുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന പാഠം അല്ലേ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ. മക്കൾ കമൻറ്റ് ചെയ്യണേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പാഠം ഓൾറെഡി മക്കൾക്ക് ചിലപ്പോൾ അല്ലേ വിഷമമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വിലയേറിയ കമൻറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലേ ടീച്ചർ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ, ഇൻസ്പിറേഷനൊക്കെ വരണം. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടണം, എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലായോ, ഇനി ഏതാണ് ചാപ്റ്റർ വേണ്ടെന്നൊക്കെ മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.